السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله عنده علم الساعة وينزل الغيث ويعلم ما في الأرحام وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت. إن الله عليم خبير. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയ മുഴുവൻ പാപങ്ങളും പുറത്തു അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധമായ കലിമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, മനുഷ്യൻ്റെ ഹൃദയം എല്ലാ സമയവും ഏതെങ്കിലും ചിന്തയുമായി ബന്ധപ്പെട്ടതായിരിക്കും. ഒരു ചിന്തയുമില്ലാതെ ഉണർന്നിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥയുണ്ടാവുകയില്ല. നന്മയായ കാര്യത്തിലേക്ക് ചിന്തിക്കുന്നതായ ഹൃദയമുണ്ടാകും. ചിലപ്പോൾ തിന്മയായ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കും. ചിലപ്പോൾ പ്രയോജനമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തയിലായിരിക്കും. ചിലപ്പോൾ തൻ്റെ കച്ചവടവും കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിന്തയിലായിരിക്കും. ഇങ്ങനെ എല്ലാ സമയവും പല ചിന്തകളുമായി മനുഷ്യൻ്റെ ഹൃദയം ബന്ധപ്പെട്ടതായിരിക്കും. എന്നാൽ ഒരു മുഅ്മിനിൻ്റെ ഹൃദയം എപ്പോഴും നന്മയെക്കുറിച്ച് ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. അതിന് ഏറ്റവും എളുപ്പമുള്ള മാർഗം, നന്മയെക്കുറിച്ച് ചിന്തയുണ്ടാകാനുള്ള എളുപ്പമുള്ള മാർഗം ഉത്ബോധനങ്ങൾ ധാരാളമായി കേൾക്കുക എന്നുള്ളതാണ്. വാദകൾ, നസീഹത്തുകൾ അധികമായി കേൾക്കുക. അതുകൊണ്ടാണ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി തആല അലൈഹി എഴുതിയിട്ടുണ്ട്, നന്മയായ കാര്യങ്ങൾ, നസീഹത്തുകൾ, വാദുകൾ അത് കേൾക്കുക എന്നുള്ളത് ഉണങ്ങി വരണ്ട ഭൂമിയിൽ മഴ പെയ്യുന്നത് പോലെയാണ്. ഉണങ്ങി വരണ്ടുപോയ ഭൂമിയിൽ മഴ പെയ്താൽ സസ്യങ്ങൾ പെട്ടെന്ന് തളുത്തു വരുന്നത് പോലെ മുഅ്മിൻ നന്മയായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ, വാദുകൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് അവൻ്റെ ഹൃദയത്തിൽ നന്മയുടെ താല്പര്യമുണ്ടാകും. എന്നാൽ ഒരു മുഅ്മിനെ ഏറ്റവും വേഗത്തിൽ അവനെ നന്മയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന വാഇദ്, ഉപദേശകൻ, അത് തൻ്റെ ഒരു മുഅ്മിനായ സഹോദരൻ്റെ മരിച്ചു കിടക്കുന്ന മുഖം കാണലാണ്. ധാരാളം നസീഹത്തുകൾ നമ്മൾ കേട്ടവരാണ്, കേൾക്കുന്നവരാണ്. എന്നാൽ ഒരു മുഅ്മിന്റെ ഹൃദയത്തിൽ അതിവേഗത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഉപദേശകനാണ് തൻ്റെ മരിച്ചുപോയ മുഅ്മിനിൻ്റെ മുഖം കാണുക എന്നുള്ളത്. കഫാ ബിൽ മൗതി വാഇദ,
അൽ മൗതു വാഇലുൻ സാമിതുൻ തറക്തു ഫീകും വാഇലൈൻ വാഇലുൻ നാതിഖുൻ വാഇലുൻ സാമിതുൻ. മരണപ്പെട്ട് കിടക്കുന്ന മനുഷ്യൻ്റെ മുഖം നമുക്ക് പല ഉപദേശങ്ങളും നസീഹത്തും നൽകുന്നുണ്ട്. നിശബ്ദമായി നൽകുന്ന പല നസീഹത്തുകൾ. തറക്തു ഫീകും വാഇലൈൻ, 2 ഉപദേശകരെ നിങ്ങളിലേക്ക് ഞാൻ വിട്ടിട്ട് പോകുകയാണ്. വാഇദുൻ നാതിഖുൻ, ഒരു ഉപദേശകൻ സംസാരിക്കുന്ന ഉപദേശകനാണ്, ഖുർആനാണ്. രണ്ടാമത്തെ ഉപദേശകൻ വാഇദുൻ സാമിതുൻ, നിശബ്ദമായി നൽകുന്ന ഉപദേശകനാണ്. അത് മുഅ്മിനിൻ്റെ മയ്യിത്താണ്, മരിച്ചു കിടക്കുന്ന ഒരു മുഅ്മിനിൻ്റെ ശരീരമാണ്. പല സന്ദേശങ്ങളും നൽകുന്നുണ്ട്. അതുകൊണ്ട് അല്പമെങ്കിലും ഒരു ഈമാനുള്ള ഒരു മുഅ്മിൻ ഒരു മരിച്ചു കിടക്കുന്ന മനുഷ്യൻ്റെ ഒരാളുടെ ജനാസ കണ്ടാൽ അല്പമെങ്കിലും ഈമാൻ ഉണ്ടെങ്കിൽ ആ ഈമാൻ വർദ്ധിക്കും. അവൻ്റെ ചിന്തകൾ നേരെയാകും. അവൻ മറന്നുപോയ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാകും. അവൻ്റെ ജീവിതത്തിൽ നന്മയോട് അതിയായ പ്രേരണയും താല്പര്യമുണ്ടാകും. അതുകൊണ്ടാണ് ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുമായിരുന്നു, എൻ്റെ ജീവിതത്തിൽ 3 സന്ദർഭങ്ങൾ, അതിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഞാൻ മരിക്കുകയായിരുന്നുവെങ്കിൽ ഞാൻ ഉറപ്പിക്കുന്നു ഞാൻ സ്വർഗവാസിയാകുമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ 3 സന്ദർഭങ്ങൾ, അതിൽ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഞാൻ മരിക്കുകയാണെങ്കിൽ എനിക്ക് ഉറപ്പാണ് ഞാൻ സ്വർഗവാസിയാകുന്നത്. കാരണം അത്രയും എൻ്റെ ഈമാൻ വർദ്ധിക്കുന്ന സമയമാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുതുബ കേൾക്കുമ്പോൾ, നബി തങ്ങളുടെ നസീഹത്തുകൾ കേൾക്കുമ്പോൾ എൻ്റെ ഈമാൻ ഇത്രയും വർദ്ധിക്കും. ആ അവസ്ഥയിലെങ്ങാനും ആ സദസ്സിൽ ഞാൻ മരിച്ചാൽ എനിക്ക് ഉറപ്പാണ് ഞാൻ സ്വർഗവാസിയാകുന്നത്. 2, പരിശുദ്ധമായ ഖുർആൻ ഞാൻ ഓതുമ്പോൾ, പാരായണം ചെയ്യും. ഖുർആനിൻ്റെ ഓരോ ആയത്തുകൾ ഓതുമ്പോൾ എൻ്റെ ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കും. ആ ഓതിക്കൊണ്ടിരിക്കുമ്പോഴെങ്ങാനും റൂഹ് പിരിയുകയാണെങ്കിൽ എനിക്ക് ഉറപ്പാണ് ഞാൻ സ്വർഗവാസിയാകുമെന്ന്. 3ാമത് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഏതെങ്കിലും ഒരു മുഅ്മിനിൻ്റെ സഹോദരൻ്റെ ജനാസയിൽ പങ്കെടുക്കുമ്പോൾ, ഒരു മയ്യിത്തിനെ കാണുമ്പോൾ, ഒരു മരിച്ചു കിടക്കുന്ന മനുഷ്യൻ്റെ മുഖം കാണുമ്പോൾ, ആ സമയത്തെങ്ങാനും ഞാൻ മരിക്കുകയാണെങ്കിൽ എൻ്റെ ഈമാൻ ഏറ്റവും ഉയർന്ന അവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് ഞാൻ സ്വർഗവാസിയാകുന്നത്. ഒരു മുഅ്മിനിൻ്റെ ഈമാൻ വർദ്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ ഉത്ബോധകനാണ് തൻ്റെ കൂട്ടുകാരൻ്റെ മരണം, മരിച്ചു കിടക്കുന്ന ജനാസ കാണുക എന്നുള്ളത്. മുൻഗാമികളുടെ ജീവിതങ്ങൾ പരിധിയാൽ കാണാം. ജനാസകൾ കണ്ട് മടങ്ങുമ്പോൾ അവരുടെ ജീവിതങ്ങൾ വലിയ മാറ്റം, വലിയ വലിയ തീരുമാനങ്ങൾ. ഹസൻ ബസരി റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹം തൻ്റെ ഒരു സ്നേഹിതൻ്റെ സക്കറാത്തിൻ്റെ അവസ്ഥയിൽ അദ്ദേഹത്തിനോട് കാണുകയും റൂഹ് പിരിയുന്നത് കാണുകയും പിന്നെ അത് കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. കൂട്ടുകാർ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ നിറമെല്ലാം വിവരണമായി. വീട്ടിൽ വന്നപ്പോൾ വീട്ടുകാർ ഭക്ഷണം കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കഴിച്ചുകൊള്ളി, ഞാൻ വലിയൊരു അവസ്ഥ കണ്ടിട്ടാണ് വന്നിരിക്കുന്നത്, ആ അവസ്ഥ എനിക്ക് കണ്ടുമുട്ടാനുള്ളതാണ്, ഞാൻ അതിനു വേണ്ടി അമൽ ചെയ്തു കൊള്ളട്ടെ. മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയൊരു ഉത്ബോധകനാണ്, വലിയൊരു നസീഹത്താണ്, വലിയൊരു പ്രഭാഷകനാണ് തൻ്റെ സ്നേഹിതൻ്റെ മുഅ്മിനായ മനുഷ്യൻ്റെ ജനാസ കാണുക എന്നുള്ളത്. ഇന്ന് നമ്മൾ എത്രയെത്ര ജനാസകളാണ് കാണുന്നത്, എത്രയെത്ര മരണ വാർത്തകളാണ് കേൾക്കുന്നത്. യാത്ര ചെയ്യുന്നവർ യാത്രക്കിടയിൽ മരണപ്പെടുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ മരണപ്പെടുന്നു. ഉറങ്ങുന്ന വ്യക്തി ഉറക്കത്തിനിടയിൽ മരണപ്പെടുന്നു. വീട്ടിൽ ഇരിക്കുന്ന മനുഷ്യൻ ഇരുന്ന അവസ്ഥയിൽ മരണപ്പെടുന്നു. വൃദ്ധനായ മനുഷ്യൻ മരണപ്പെടുന്നു. യുവാവ് മരണപ്പെടുന്നു. നടന്നുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെടുന്നു. തൻ്റെ ഭാര്യ മക്കളുടെ കൂട്ടത്തിലിരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് വേർപിരിയുന്നു. തൻ്റെ കൂട്ടുകാരുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് ഒറ്റക്കായി വേർപിരിയുന്നു. ഇതെല്ലാം മരണങ്ങൾ നമ്മൾ മുന്നിൽ കാണുകയാണ്. പക്ഷെ ഇത്രയെല്ലാം അവസ്ഥകൾ മുന്നിൽ കണ്ടിട്ടും ഇന്ന് എൻ്റെയും നമ്മുടെയും അവസ്ഥ, നമുക്കൊരു നസീഹത്തും കിട്ടുന്നില്ല, നമുക്കൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. ഒരല്പസമയം അത് ചിന്തിക്കുമെന്നല്ലാതെ പിന്നെ അത് കഴിഞ്ഞാൽ നാം മറന്ന് വീണ്ടും ദുന്യാവിലേക്ക് മുഴുകുകയാണ്. കാരണം ദുന്യാവിൻ്റെ ലഹരി നമ്മുടെ ഓരോരുത്തരും ഉള്ളിൽ അത്രമാത്രം ഇറങ്ങി.
ദുന്യാവിൻ്റെ വഞ്ചനയുടെ വീടായ ദുന്യാവിനുള്ള സ്നേഹവും അതിൻ്റെ ലഹരി നമ്മുടെ ഉള്ളിൽ കടന്നുകൂടി മദ്യപിക്കുന്ന വ്യക്തിക്ക് യാഥാർത്ഥ്യമെന്ന് തിരിച്ചറിയാൻ പറ്റാത്തതുപോലെ ദുന്യാവിതൊരു ലഹരിയാണ്. അത് ഉള്ളിൽ ഇറങ്ങിയതിൻ്റെ പേരിൽ ഈ മരണം പോലെയുള്ള സത്യങ്ങൾ മുന്നിൽ കണ്ടിട്ടും നമ്മുടെ ഹൃദയത്തിന് കുലുക്കവുമില്ല. അല്ലാഹു തആല ദുന്യാവിനെ സംബോധന ചെയ്ത് നമ്മളെ അറിയിച്ചത് മതാഉൽ ഗുറൂർ, മതാഉൻ ഖലീൽ, മതാഉൽ ഗുറൂർ, ഇത് വഞ്ചനയുടെ വസ്തുവാണ്. ഈ ദുന്യാവിലെ ഓരോ വസ്തുക്കൾ നിങ്ങൾ വഞ്ചിക്കും. മതാഉൻ ഖലീൽ, ഇത് താൽക്കാലികമായി കുറഞ്ഞ വസ്തുക്കളാണ്. അല്ലാഹു തആല പല സ്ഥലത്തും ദുന്യാവിനെ ഉപയോഗിച്ചത് മതാഅ്. ഇമാം വാഖിദി റഹ്മത്തുള്ളാഹി തആല അലൈഹി പരിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകളെ, ചില വാക്കുകളെ കുറിച്ചുള്ള അതിൻ്റെ ആശയവും അർത്ഥവും ശരിക്കും ആഴത്തിൽ ഗ്രഹിക്കാൻ വേണ്ടി, അദ്ദേഹം അത് പഠിക്കാൻ വേണ്ടി അറബി സംസാരിക്കുന്ന ഗ്രാമവാസികളെ കാണാൻ വേണ്ടി യാത്ര ചെയ്തു. അതിൽ ഒന്ന് അദ്ദേഹം ഈ വാക്ക് മതാഅ് എന്നതുകൊണ്ടുള്ള ശരിയായ അതിൻ്റെ ആശയം ഖുർആനിൽ പല സ്ഥലത്തും അല്ലാഹു തആല ഉപയോഗിക്കുന്ന വാക്കാണ്. എന്താണ് അതിൻ്റെ ശരിയായ അർത്ഥമെന്ന് പഠിക്കാൻ അദ്ദേഹം ഗ്രാമങ്ങളിൽ കൂടി യാത്ര ചെയ്തു. ഒരു സ്ത്രീ, ഒരു ഉമ്മ അവരുടെ ഭക്ഷണമുണ്ടാക്കുന്ന പാത്രം വൃത്തിയാക്കാൻ വേണ്ടി തൻ്റെ മകളോട് ആ വേസ്റ്റ് തുണി എടുക്കാൻ വേണ്ടി പറയുന്ന അദ്ദേഹം കണ്ടു. അവിടെ ആ സ്ത്രീ ഉപയോഗിച്ച വാക്ക് മതാഅ് എന്നാണ്. അദ്ദേഹം പറയുന്നത് എനിക്ക് മനസ്സിലായി. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും മതാഉദ് ദുനിയ, ദുന്യാവിൻ്റെ വസ്തുക്കളെ മതാഅ് എന്ന് ഉദ്ദേശിച്ചത് ഒരു വിലയില്ലാത്ത അഴുക്ക് തുടയ്ക്കാൻ വേണ്ടി, വൃത്തിയാക്കാൻ വേണ്ടി എടുക്കുന്ന തുണി, അതാണ് അല്ലാഹു തആല. അതുപോലെ നിസ്സാരമായ വസ്തുവാണ് ഈ ദുന്യാവെന്ന് മനസ്സിലാക്കാൻ തരാൻ വേണ്ടി അല്ലാഹു ഉപയോഗിച്ച വാക്കാണ് മതാഅ്. വഞ്ചനയുടെ ഭവനമാണ്, ക്ഷതിക്കുന്ന സ്ഥലമാണ്. അദ്ദുനിയാ ദാറു മൻ ലാ ദാറ ലഹു വമാലു മൻ ലാ മാല ലഹു വലഹാ യജ്മഉ മൻ ലാ അഖല ലഹു. അതുകൊണ്ട് ഈ വസ്തുവിനെ, നിസ്സാരമായ വസ്തുവിനെ വലുതായി മനസ്സിലാക്കി അതിനു വേണ്ടി മാത്രം ജീവിതം നശിപ്പിക്കുന്നവർ ലോകത്തേറ്റവും വലിയ വിഡ്ഢികളാണ്. ജീവിതം മുഴുവൻ തൻ്റെ ചിന്തയും അധ്വാനവും ആരോഗ്യവും മുഴുവൻ രാത്രിയും പകലും ഇതിനു വേണ്ടി മാത്രം ഓടി നടന്ന് നശിപ്പിക്കുന്ന സത്യത്തിൽ ദുന്യാവിൽ ജീവിക്കുന്ന ഏറ്റവും വലിയ വിഡ്ഢികളാണ്. ഹാറൂൺ റഷീദ് രാജാവ് വലിയൊരു ദീനിയായ ഒരു ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ മനുഷ്യൻ അള്ളാഹുവിനുള്ള പ്രേമത്തിലും ലയിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ബഹ്ലൂൽ എന്ന് പറയുന്ന മനുഷ്യനുണ്ടായിരുന്നു. അള്ളാഹുവിലേക്ക് ലയിച്ച് പ്രേമത്തിലായി ദുന്യാവിനോട് പൂർണ്ണമായി വിരക്തിയിലായി ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ബഹ്ലൂൽ. ഒരിക്കൽ തമാശയ്ക്ക് രാജാവ് ഒരു വടി എടുത്ത് ബഹ്ലൂലിന് കൊടുത്തു. പറഞ്ഞു, ബഹ്ലൂൽ, നിന്നേക്കാൾ വലിയ ഭ്രാന്തനെ കണ്ടാൽ ഈ വടി നീ അയാൾക്ക് കൊടുത്തേക്കണം. നിന്നേക്കാൾ വലിയ ഭ്രാന്തനെ കണ്ടാൽ ഈ വടി അയാൾക്ക് നീ കൊടുത്തേക്കണം. രാജാവ് അദ്ദേഹത്തെ തമാശയാക്കാൻ വേണ്ടി ചെയ്തതാണ്. രാജാവിൻ്റെ ജീവിത കാലഘട്ടം കഴിഞ്ഞ അവസാനം മരണത്തോട് അടുത്ത രോഗാവസ്ഥയിൽ കിടക്കുമ്പോൾ ബഹ്ലൂൽ രാജാവിനെ സന്ദർശിക്കാൻ വേണ്ടി പോകും. ബഹ്ലൂൽ ചോദിച്ചു, അല്ല രാജാവേ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദുന്യാവിൻ്റെ അവസാന സമയം, വേർപിരിയുന്ന സമയം, ആഖിറത്തിലേക്ക് പോകുന്ന സമയം, എന്ത് തയ്യാറാക്കി ആഖിറത്തിന് വേണ്ടി? ഒറ്റക്ക് പോവുകയാണ് ആഖിറത്തിലേക്ക്. എന്താണ് തയ്യാറായത്? എന്താണ് കയ്യിലുള്ളത്? രാജാവ് പറഞ്ഞു, ബഹ്ലൂൽ, എനിക്ക് വേണ്ട നിലയിൽ തയ്യാറാക്കാൻ സാധിച്ചിട്ടില്ല. ആഖിറത്തിൽ കൊണ്ടുപോയി എൻ്റെ കയ്യിൽ അമലൊന്നും കാര്യമായിട്ടില്ലല്ലോ ബഹ്ലൂൽ. ബഹ്ലൂൽ രാജാവ് ഒന്ന് ഏൽപ്പിച്ച വടി എടുത്തിട്ട് രാജാവിൻ്റെ കയ്യിൽ കൊടുത്ത് പറഞ്ഞു, ഇത് രാജാവ് തന്നെ പിടിച്ചുപോയി. കാരണം ഇത്രയും നീണ്ട വർഷം കിട്ടിയിട്ട്, ഇത്രയും സൗകര്യവും ആരോഗ്യവും രാജാധികാരവും എല്ലാം കിട്ടിയിട്ട് ആഖിറത്തിന് തയ്യാറാകാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ ഭൂമിയിലെ വിഡ്ഢി താങ്കൾ തന്നെയാണ്. സത്യം, നമ്മളെ ഒന്ന് മുന്നിൽ ചിന്തിച്ചു. നമ്മളിന്ന് വിഡ്ഢികളായി ജീവിക്കുകയാണ്. ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, വീടിന് വേണ്ടി, കച്ചവടത്തിന് വേണ്ടി, ഇതെല്ലാം ആവശ്യമാണ്. പക്ഷെ ജീവിതത്തിൻ്റെ ആകെ ലക്ഷ്യം ഇത് മാത്രമായി മാറി. വേറൊരു ചിന്തയുമില്ല. ഉറക്കത്തിൽ സ്വപ്നം കാണുന്നത് തന്നെയാണ്. ഇങ്ങനെ ദുന്യാവിൻ്റെ ലഹരിയിൽ മുഴുകി നമ്മൾ ജീവിക്കുകയാണ്. വഞ്ചനയിൽ, ദുന്യാവെന്ന വഞ്ചനയിൽ കുടുങ്ങി മരണമെന്ന യാഥാർത്ഥ്യം മറന്നിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അബ്ദുൽ അസീസ് ബിൻ മർവാൻ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണസമയം അദ്ദേഹം തൻ്റെ കഫൻ തുണി കൊണ്ടുവരാൻ പറഞ്ഞു. കഫൻ തുണി കൊണ്ടുവന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഖജനാവും അദ്ദേഹത്തിൻ്റെ സിംഹാസനവും കൊട്ടാരമെല്ലാം നോക്കിയിട്ട് അദ്ദേഹം പറയാൻ തുടങ്ങി, നഷ്ടം,
എനിക്ക് എത്ര നല്ല അവസരമായിരുന്നു. ഇൻകാന മിൻകി ലഫീ ഖുറൂർ, ഞാൻ ഈ ദുനിയാവെ നിന്നിൽ മുഴുകി ഞാൻ വഞ്ചകനായി ജീവിച്ചു പോയി, നിന്റെ ചതിയിൽ കുടുങ്ങി. സഹോദരന്മാരെ, ദുനിയാവിൽ ഓരോരുത്തരും ഇങ്ങനെ ഇതിന്റെ രസത്തിലും ഇതിന്റെ പളപളപ്പിലും മുഴുകി ദുനിയാവിൽ നിന്ന് ഇങ്ങനെ ദുഃഖത്തിലായി ഇതിന്റെ വഞ്ചനയിൽ കുടുങ്ങി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബുദ്ധിമാൻ അവൻ ബുദ്ധി കൊണ്ട് ചിന്തിക്കും, അവൻ്റെ കൺമുമ്പിൽ കാണുകയാണ് എല്ലാ സൗകര്യവും ആരോഗ്യവും സമ്പത്തും എല്ലാം ഉള്ള വ്യക്തി ഒരു കാരണവുമില്ലാതെ ഇതെല്ലാം ബാക്കിയാക്കിക്കൊണ്ട് ഒറ്റയ്ക്ക് അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകും. ബുദ്ധിമാൻ ചിന്തിക്കും, അവൻ ആ നസീഹത്തിനെ ഉൾക്കൊള്ളും. ഷാഫി റഹ്മത്തുള്ളാഹി തആല പറഞ്ഞു പോയി, ഇന്ന ലില്ലാഹി ഇബാദൻ ഫുതന തല്ലഖു ദുനിയ വഖാഫുൽ ഫിതന ഫലമ്മാ നദറു അലിമു, അവർ ദുനിയാവിലേക്ക് നോക്കിയപ്പോൾ ഇന്ന ലില്ലാഹി ഇബാദൻ ഫുതന, അല്ലാഹുവിന് ചില ബുദ്ധിമാന്മാരായ അടിമകളുണ്ട്. തല്ലഖു ദുനിയ, അവർ ദുനിയാവിനെ എന്നേക്കുമായി ത്വലാഖ് ചെയ്തു. കാരണം അവർ ദുനിയാവിലേക്ക് നോക്കിയപ്പോൾ മനസ്സിലായി, ഇന്നഹാ ലൈസത് ലിഹയ്യിൻ വതന, ഈ ദുനിയാവ് ജീവിക്കാനുള്ള സ്ഥലമൊന്നുമല്ല, ഇവിടെ ജീവിക്കാനുള്ള ഒരു ഏർപ്പാടിന്റെ സ്ഥലമല്ല, ഇത് വിട്ടുപിരിയാനുള്ള താൽക്കാലികമായ ഭവനം മാത്രമാണ്. ഇവിടുത്തെ വസ്തുക്കളും കച്ചവടവും ഏർപ്പാടും വീടുമെല്ലാം താൽക്കാലികമായ ഞാൻ ബന്ധമുണ്ട്, ഏത് സമയം വേർപിരിയേണ്ടി വരുന്ന താൽക്കാലികമായ ഭവനമാണ് എന്ന് ബുദ്ധിമാന്മാർ മനസ്സിലാക്കി അവർ അതിനുവേണ്ടി ആഖിറത്തിന് വേണ്ടി ജീവിച്ചു. സഹാബാക്കളെ പോലെ, മുൻഗാമികളെ പോലെ. അലി റളിയല്ലാഹു തആല അൻഹു രാത്രി കാലങ്ങളിൽ തഹജ്ജുദ് നമസ്കരിക്കാൻ വേണ്ടി തൻ്റെ നമസ്കാര സ്ഥലത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുനീർ കൊണ്ട് താടി നനഞ്ഞ് ഇങ്ങനെ താടിയിൽ പിടിച്ച് അദ്ദേഹം തൻ്റെ നമസ്കാര സ്ഥലത്തേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, ഒരു ദീർഘ ശ്വാസം വിട്ട് അദ്ദേഹം പറയുമായിരുന്നു, ദുനിയാവേ, നീ എന്നെ ചതിക്കാൻ വരണ്ട, എനിക്ക് മനസ്സിലായി, നിന്നെ ഞാൻ മനസ്സിലാക്കി, അതുകൊണ്ട് നീ വേറെ ആരെങ്കിലും പോയി ചതിച്ചുകൊള്ളി, എൻ്റെ അടുത്തേക്ക് നീ വരണ്ട, നിന്നെ ഞാൻ 3 തലാഖിൽ ചൊല്ലിയിരിക്കുക, എന്നേക്കുമായി നിന്നെ ഞാൻ ഒഴിവാക്കിയിരിക്കുകയാണ്. അവർക്ക് മനസ്സിലായി ഇത് ദുനിയാവിൻ്റെ യാഥാർത്ഥ്യം, ഇത് വഞ്ചനയുടെ ഭവനമാണ്, താൽക്കാലികമായ സ്ഥലമാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു തൻ്റെ ഒരിക്കൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ സ്നേഹിതനടുത്തുകൂടി കടന്നുപോയി. അദ്ദേഹത്തെ വിളിച്ചു, വാ ഭക്ഷണം കഴിക്കാം. അദ്ദേഹം പറഞ്ഞു, ഉമർ, നിങ്ങൾ കഴിക്കുന്ന ഈ ഭക്ഷണം എനിക്ക് കഴിക്കാൻ സാധിക്കില്ല, പരുപരുത്ത റൊട്ടി, ഇത്രയും കട്ടിയുള്ള ഭക്ഷണം എന്നെക്കൊണ്ട് കഴിക്കാൻ സാധിക്കില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ എന്താ വിചാരിച്ചത്? ഞാൻ ഖലീഫയാണ്, ഞാനൊന്ന് മനസ്സ് വെച്ചാൽ വേണമെങ്കിൽ എനിക്ക് നല്ല മൃദുലമായ മാംസം കൊണ്ട് കറിയുണ്ടാക്കി, നല്ല മൃദുലമായ റൊട്ടി ഉണ്ടാക്കി, ഉണക്ക മുന്തിരി കൊണ്ട് നല്ല ചാറുണ്ടാക്കി, നല്ല രുചികരമായ ഭക്ഷണം കഴിക്കാൻ എനിക്ക് സാധിക്കും. പക്ഷേ വല്ലദീ നഫ്സി ബിയദി, അല്ലാഹുവിൽ സത്യമായി ഞാൻ അതിന് മുതിരാത്തത്, ഞാൻ എൻ്റെ ഹസനാത്തുകൾ, നന്മകൾ ആഖിറത്തിൽ കുറഞ്ഞു പോകുമോ എന്ന ഭയം കൊണ്ടാണ്. എൻ്റെ ചിന്തയും കഴിവും എൻ്റെ പരിശ്രമം അതിൻ്റെ പുറകിൽ ഞാൻ ചെലവഴിച്ചാൽ എൻ്റെ ആഖിറത്തിലേക്കുള്ള നന്മകൾക്കുള്ള സമയം നഷ്ടപ്പെട്ടു പോകുമെന്ന് ഞാൻ മനസ്സിലാക്കിയതിൽ മാത്രമാണ്. ഇല്ലായിരുന്നുവെങ്കിൽ എനിക്കും നീ പറയുന്നതിനേക്കാൾ രുചികരമായ ഭക്ഷണം കഴിക്കുമായിരുന്നു. അവർ മനസ്സിലാക്കി എന്താണ് ദുനിയാവ്, എന്താണ് ആഖിറം, എന്താണ് എനിക്ക് ദുനിയാവിലെ ജോലി എന്ന് മനസ്സിലാക്കി. സഹോദരന്മാരെ, 2 ചതികൾ ഈ ദുനിയാവിൻ്റെ ഭാഗത്ത് എപ്പോഴും ഉണ്ടാകും. ഒന്ന്, അത് നമ്മളിങ്ങനെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കും, മോഹിപ്പിച്ചുകൊണ്ടിരിക്കും, അതിനോടുള്ള പൂതിയും ആർത്തിയും ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. എത്ര കിട്ടിയാലും മതിയാവുകയില്ല. വീണ്ടും 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 ദുനിയാവ് നമ്മൾ അതിലേക്ക് ഇങ്ങനെ മാടി വിളിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തങ്ങൾ പറഞ്ഞ ഈ ദുനിയാവ് ഹൽവയാണ്, മധുരമുള്ള വസ്തുവാണ്, അതെത്ര കടിച്ചാലും മതിയാവുകയില്ല. വീണ്ടും അതിലേക്ക് ഇങ്ങനെ ആർത്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും, നമ്മളെ ആകർഷിച്ചുകൊണ്ടിരിക്കും, വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കും. ഒന്ന് കഴിയുമ്പോൾ ആ സ്വപ്നം പൂർത്തിയാകുമ്പോൾ അടുത്ത സ്വപ്നത്തിലേക്ക് വീണ്ടും ക്ഷണിക്കും. വീടിൻ്റെ സ്വപ്നം പൂർത്തിയായി, വാഹനത്തിൻ്റെ സ്വപ്നം അത് പൂർത്തിയായി, വിവാഹത്തിൻ്റെ സ്വപ്നം, ഇങ്ങനെ പലതിലേക്കും ഇങ്ങനെ ഇങ്ങനെ കുടുക്കി ഇങ്ങനെ വഞ്ചിച്ച് കൊണ്ടുപോകും. അവിടെ അല്ലാഹു തആല പറഞ്ഞത്, ഇഅ്ലമൂ അന്നമൽ ഹയാത്തുദ് ദുനിയ ലഅബുൻ വലഹുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. ഇഅ്ലമൂ, വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തുമുള്ള പ്രയോഗമാണ്. ശേഷം പറയാൻ പോകുന്ന കാര്യം പെട്ടെന്ന് മനസ്സിലാകില്ല. അങ്ങനത്തെ ഒരു കാര്യം പറയുമ്പോഴാണ് ആദ്യം ഇഅ്ലമൂ,
നിങ്ങൾ ശ്രദ്ധിക്കും, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാത്ത കാര്യം ഞാൻ പറയാൻ പോകുന്നത്. യഅലമൂ അന്നമൽ ഹയാത്ത്. പിന്നെയും അല്ലാഹു തആല ഒരു പ്രയോഗം, ഉറപ്പോടുകൂടിയുള്ള ഒരു പ്രയോഗം, അന്നമൽ ഹയാത്തുദ് ദുനിയാ. തീർച്ചയായും ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ ജീവിതം പറഞ്ഞാൽ ലഇബുൻ വലഹവുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. ഇതൊരു കളിയും തമാശയും, കുട്ടികൾ താൽക്കാലികമായി മാടം കെട്ടി കളിക്കുന്ന കുറഞ്ഞ സമയത്തേക്കുള്ള കളി പോലെ, ഇങ്ങനെ താൽക്കാലികമായ ഒരു ഭംഗിയും പ്രൗഢി നടിക്കലും ഒരഹങ്കാരത്തിന്റെ സ്ഥലം മാത്രമാണ്. ഓരോ ഘട്ടങ്ങൾ അത് വിവരിക്കാൻ. ദുനിയാവിൽ മനുഷ്യന് കുടുങ്ങുന്ന ഘട്ടങ്ങൾ, ചെറുപ്പത്തിൽ കളിയിൽ മുഴുകും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വികാരത്തിൽ മുഴുകും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അവൻ സീനത്തിൽ മുഴുകും, ഭംഗിയിൽ മുഴുകും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെക്കാൾ സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന ചിന്തയിൽ മുഴുകും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ സ്ഥാനമാനങ്ങൾ മുഴുകും. ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിൽ പ്രായ വ്യത്യാസത്തിൽ മനുഷ്യൻ ദുന്യാവിന്റെ ചതിയിൽ കുടുങ്ങുന്ന രീതി കൂടെ ഈ ആയത്തിനോട് വിവരിക്കുകയാണ്. ഒന്ന് ദുന്യാവിന്റെ ചതി, അതിങ്ങനെ നമ്മൾ അതിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കും, മതിയാവുകയില്ല, എത്ര കിട്ടിയാലും മതിയാവുകയില്ല. രണ്ടാമത്തെ ദുന്യാവിന്റെ ചതി, വീണ്ടും നീണ്ട കാലഘട്ടം ജീവിക്കാനുണ്ട മോഹത്തിൽ നമ്മളെ ചതിച്ചു കളയും. ഇനിയും ധാരാളം സമയമുണ്ട്, ഇനിയും നല്ല അവസരങ്ങളുണ്ട്, ഇനിയും വർഷങ്ങളോട് ജീവിക്കാനുണ്ടെന്ന സ്വപ്നത്തിൽ നമ്മളെ ചതിച്ചു വഞ്ചിച്ചു മരണം വരെ എത്തിക്കും. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നീണ്ട കാലം ജീവിച്ച നബിയാണ്. വിശുദ്ധ ഖുർആൻ 950 വർഷം അദ്ദേഹത്തിന്റെ പ്രബോധനത്തെ പറ്റി പറയുന്നു. ആയുസ്സത്തിൽ കൂടുതലാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയായിരുന്നു ഇത്ര നീണ്ട ജീവിതം, എങ്ങനെ അനുഭവപ്പെട്ടു? അദ്ദേഹം പറഞ്ഞു, ഒരു മുറിയിൽ, ഒരു വീട്ടിൽ പ്രവേശിച്ചതുപോലെ ആ വീടിന് ബാബാനി ദഖൽതു മിൻ ഹിനാ വഖറൽതു മിൻ ഹുനാ. രണ്ട് വാതിലുള്ള ഒരു മുറിയിൽ പ്രവേശിച്ച പോലെ, ഒരു വാതിൽക്കൽ കൂടി കയറി അടുത്ത വാതിൽക്കൽ കൂടി. 1000 വർഷം കഴിഞ്ഞു പോയത് അറിഞ്ഞില്ല. അത്ര പെട്ടെന്ന് ജീവിതം തീർന്നു പോകും. ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനോട് പറയുമായിരുന്നു, അയ്യകൂന ഹിർസുക അല ദുനിയാ ബിഖദ്രി മഖാമിക ഫീഹാ. ദുനിയാവിൽ നിന്റെ സ്വപ്നങ്ങളും കൊതിയുമെല്ലാം ഇവിടത്തെ നിലനിൽപ്പിന്റെ കാലഘട്ടത്തെ അനുസരിച്ച് മതി. വലിയ നീണ്ട സ്വപ്നമൊന്നും കാണണ്ട. എത്ര സ്വപ്നം കാണും? ഒരു സെക്കൻഡ് പോലും ഗ്യാരണ്ടിയില്ല, ഒരു സെക്കൻഡ് പോലും ഗ്യാരണ്ടിയില്ല. ഒരു പള്ളിയിൽ ഇഅ്ലാൻ ചെയ്തു, ഇന്നയാൾ മരണപ്പെട്ടു, അസർ നമസ്കാരത്തിന് ജനാസ നമസ്കാരം, അസറിന് ജനാസ നമസ്കാരം ഉണ്ടാകും. നമസ്കരിക്കാൻ ചെയ്തപ്പോൾ 2 മയ്യത്ത്. ഇതെന്താണ് 2 മയ്യത്ത്? ഈ ഇഅ്ലാൻ ചെയ്ത വ്യക്തിയുടെ മയ്യത്ത് അസറിനെത്തി. ളുഹറിനെ ഇഅ്ലാൻ ചെയ്ത മനുഷ്യന്റെ മയ്യത്തും അസറിന് കൂട്ടത്തിലെത്തി. ഇതാണ് മനുഷ്യന്റെ ജീവിതം, ഉറപ്പുമില്ല. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കേട്ടിരിക്കും, കഴിഞ്ഞ ആഴ്ച ജുമാ കഴിഞ്ഞ് നമ്മൾ ഇഅ്ലാൻ ചെയ്തിരുന്നു. വെള്ളിയാഴ്ച മഗ്‌രിബിന് ശേഷം അസീസിക്കയുടെ വീട്ടിൽ ദീനിന്റെ സംസാരമുണ്ടാകും. ഈ വെള്ളിയാഴ്ച സഹോദരൻ ഖബറിലാണ്. ഏതൊരു വ്യക്തിയുടെ പേര് പറഞ്ഞ് വീട്ടിലേക്ക് ക്ഷണിച്ചോ, അദ്ദേഹം ഇന്ന് ഖബറിലെത്തി. ജീവിതം ഇത്രയും ചുരുങ്ങിയതാണ്, ഒരു പ്രതീക്ഷയുമില്ലാത്തതാണ്. നമ്മൾ വലിയ സ്വപ്നത്തിൽ നീണ്ട വർഷങ്ങൾ ജീവിക്കാൻ വേണ്ടി പ്ലാനിലാണ്, ഉറപ്പുമില്ല. എത്ര നാൾ ജീവിതമുണ്ട്, എത്ര കാലഘട്ടമുണ്ട്. ദുനിയാവ് എങ്ങനെ നമ്മളെ വഞ്ചിച്ച് ചതിച്ചിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ബുദ്ധിമാൻ തൻ്റെ അവസരം തീരുന്നതിന് മുമ്പ് അവൻ ചിന്തിക്കും, അതിനുവേണ്ടി തയ്യാറാകും. സഹാബാക്കൾ, മുൻഗാമികൾ അവർ മനസ്സിലാക്കി ഈ ജീവിതം താൽക്കാലികമാണ്. ഇവിടെ വലിയ സ്വപ്നം കാണാൻ അവസരമൊന്നുമില്ല. ഏത് സമയവും ഇതിന്റെ ജീവിതമാകുന്ന കയറിന്റെ പിടുത്തം അല്ലാഹുവിന്റെ കയ്യിലാണ്, എപ്പോൾ വേണമെങ്കിലും വലിക്കാം. മുഹമ്മദ് ബിൻ വാസി റഹ്മത്തുള്ളാഹി തആല അലൈഹി രാത്രി കിടക്കാൻ വീട്ടിൽ വന്നാൽ വിരിപ്പിലെത്തിയാൽ തൻ്റെ കുടുംബക്കാരോട് പറയുമായിരുന്നു, ഇന്ന കാര്യങ്ങൾ വസിയത്ത്, നിങ്ങളുള്ള വസിയത്താണ്. എല്ലാ ദിവസവും അദ്ദേഹം പറയുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുമായിരുന്നു, എനിക്കറിയില്ല, ഈ ഉറക്കം എൻ്റെ ഒരു പക്ഷേ അവസാനത്തെ ഉറക്കമായിരിക്കാം. എല്ലാ ദിവസവും വീട്ടുകാരോട് പറയുമായിരുന്നു. റബീ ബിൻ ഹുസൈൻ റഹിമഹുല്ലാഹ്, അദ്ദേഹം വലിയ മഹാനാണ്. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശിഷ്യനാണ്. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു പറയുമായിരുന്നു, റബീഅ, നിന്നെ നബിതങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ നബിതങ്ങൾക്ക് നിന്നോട് ഇഷ്ടമാകുമായിരുന്നു. അത്ര നല്ല ഗുണങ്ങളുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ വീടിന്റെ മുന്നിൽ ഒരു ഖബർ കുടിച്ച് ദിവസേന ഖബറിൽ പോയി കിടക്കും അല്പസമയം. എന്നിട്ട് സ്വന്തത്തോട് പറയും, നാളെ ദിവസം ഇങ്ങനെ വരാനുണ്ട്, അന്ന് നീ പറയുന്നത് റബ്ബിർജിഊൻ, ഒന്ന് ദുനിയാവിലേക്ക് മടക്കി, നീ ഖബറിൽ നിന്ന് ഒരവസരം താ, ഈ ഖബറിൽ നിന്ന് ഒരവസരം താ, എനിക്കെന്തെങ്കിലും നന്മ ചെയ്യാൻ. അങ്ങനെ നീ പറയും, ചോദിക്കും സമയം, ഇതാ ഇപ്പോൾ സമയമുണ്ടെന്ന് പറയുകയും അദ്ദേഹം ആ പകലിനെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുമായിരുന്നു. എത്ര അവസരമാണ് അല്ലാഹു നൽകുന്നത്.
അതുകൊണ്ട് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഒരു മനുഷ്യനെ കണ്ട് ഞാൻ അത്ഭുതപ്പെടുന്നു. അവൻ ദുനിയാവിൽ ഇങ്ങനെ വലിയ ആഹ്ലാദത്തിലും വലിയ രസത്തിലും മുഴുകുകയാണ്. അവന്റെ പുറകിൽ മരണം അവനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. വാസി റഹ്മത്തുള്ളാഹി പറയുമായിരുന്നു, മുഹമ്മദ് വാസി റഹിമഹുല്ലാഹ് പറയുമായിരുന്നു, ഒരാൾ സ്വർഗത്തിൽ കരയുന്നത് കണ്ടാൽ നിങ്ങൾക്ക് അത്ഭുതമായി തോന്നുകയില്ലേ? സ്വർഗത്തിൽ ഒരാൾ കരയുന്നു, ഒരിക്കലും ഉണ്ടാവുകയില്ല. എന്നാൽ അതിനേക്കാൾ അത്ഭുതമാണ് ദുനിയാവിലെ മനുഷ്യൻ ചിരിച്ച് അതിന്റെ ആഹ്ലാദത്തിൽ മുഴുകുന്നു എന്നത്. കാരണം അവനറിയില്ല ഏത് സമയത്തും അവനിലേക്ക് മരണം വരാം. അങ്ങനത്തെ ജീവിതമാണ് ദുനിയാവ്. ഏത് സമയത്തും നഷ്ടപ്പെടാൻ തീർന്നു പോകാൻ സാധ്യതയുള്ള ജീവിതമാണ് ദുനിയാവ്. നബി സല്ലല്ലാഹു അലൈഹി സഹാബാക്കളെ ഈ കാര്യം ഉണർത്തുമായിരുന്നു. സഹാബാക്കളെ ഹൃദയങ്ങളിലേക്ക് ഈ കാര്യം ഉറപ്പിക്കുമായിരുന്നു. ഒരു സെക്കൻഡ് പോലും മറക്കാൻ പറ്റാത്ത യാഥാർത്ഥ്യമാണ്. ലോകത്ത് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു സത്യമാണ്. നിന്റെ ജീവിതം അവസാനിക്കാനുള്ളതാണ്. ഒരു സഹാബി, ചെറുപ്പക്കാരൻ സഹാബി തൻ്റെ ഉമ്മയുടെ കൂടെ വീടിൻ്റെ ഭിത്തി നന്നാക്കിയായിരുന്നു. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, നീ എന്ത് ചെയ്യാൻ? വീടിൻ്റെ മതിലൊന്ന് നന്നാക്കുകയാണ്. അപ്പൊ തങ്ങൾ പറഞ്ഞു, എന്നാൽ മരണം ഇതിനേക്കാൾ വേഗത്തിലേക്ക് വരുമെന്ന് ഞാൻ മനസ്സിലാക്കും. ഓരോ സഹാബാക്കളുടെ ഹൃദയങ്ങളിൽ ആ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വിടുമായിരുന്നു. സഹോദരന്മാരെ, നമുക്കും അവസരമാണ്. ഓരോരുത്തരും നമ്മുടെ മുന്നിൽ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ നമുക്ക് സന്ദേശം നൽകുന്നുണ്ട്. ഞാനും നിങ്ങളെപ്പോലെ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾ മുന്നിൽ കണ്ട് ജീവിച്ച മനുഷ്യനാണ്. പക്ഷെ എൻ്റെ അവസരങ്ങൾ തീർന്നു. നിങ്ങൾക്കുള്ള അവസരമാണ്. നമുക്കും അറിയില്ല നമുക്കിനി എത്ര വർഷങ്ങളുണ്ട്, എത്ര മാസമുണ്ട്, എത്ര നിമിഷമുണ്ട്. അവസരം നഷ്ടപ്പെട്ടാൽ പിന്നെ ഒരിക്കലും ഖേദിച്ചിട്ട് കാര്യമില്ല. ഒരു ഉദുറും ഒരു കാരണം അല്ലാഹു തആല സ്വീകരിക്കില്ല. എനിക്ക് 20 വർഷമേ കിട്ടിയുള്ളൂ, അല്ലാഹുവേ, ഒരിക്കലും സ്വീകരിക്കില്ല. കാരണം ഇഷ്ടം പോലെ 20 വയസ്സുകാരെ സ്വർഗത്തിൽ കാണാം. 30 വയസ്സേ കിട്ടിയുള്ളൂ, അല്ലാഹുവേ, ഒരിക്കലും സ്വീകരിക്കില്ല. നീ സ്വർഗത്തിലേക്ക് നോക്കി, ധാരാളം 30 വയസ്സുകാരെ സ്വർഗത്തിൽ കാണാം. 40 വയസ്സേ കിട്ടിയുള്ളൂ, അല്ലാഹുവേ, ഞാൻ മക്കളുടെ ജീവിതത്തിന്റെ പുറകിലായിരുന്നു. ഇല്ല, ഒരിക്കലും ഒരു കാരണം സ്വീകരിക്കില്ല. സ്വർഗത്തിലേക്ക് നോക്കി ധാരാളം 40 വയസ്സുകാരെ കാണാം. അവരുടെ ജീവിതത്തെ ഉപയോഗപ്പെടുത്തി. ഞാൻ കച്ചവടത്തിന് തിരക്കിലായിരുന്നു. ഇല്ല, അതിന്റെ കാരണം സ്വീകരിക്കില്ല. സ്വർഗത്തിലേക്ക് നോക്കി ധാരാളം കച്ചവടക്കാരുണ്ട്. ഞാൻ എൻ്റെ കുടുംബത്തെ, മക്കളെ നോക്കുന്ന തിരക്കിലായിരുന്നു. ഇല്ല, അതും സ്വീകരിക്കില്ല. സ്വർഗത്തിലേക്ക് നോക്കി കുടുംബം നോക്കി ജീവിച്ചവർ സ്വർഗത്തിലെത്തിയിട്ടുണ്ട്. ഒരു കാരണം ആഹ്റത്തെ സ്വീകരിക്കില്ല. നമുക്ക് അല്ലാഹു നൽകിയ അവസരമാണ് ജീവിതം. നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു അവസരമില്ല. അതുകൊണ്ട് ഓരോ മരണവും ഓരോ വ്യക്തിയുടെ മുഖവും ഓരോ ജനാസയും നൽകുന്ന നസീഹത്ത്, ഉപദേശമുണ്ട്. അത് ഏറ്റവും വലിയ നസീഹത്താണ്. ബുദ്ധിമാൻ അതിനെ ഉൾക്കൊള്ളും, മനസ്സിലാക്കും, തൻ്റെ ജീവിതത്തെ തിരുത്തും, തൻ്റെ ജീവിതത്തിന് വേണ്ടി ഒരു ഉറച്ച തീരുമാനങ്ങൾ എടുക്കും. എത്ര ജനാസകൾ നമ്മൾ കണ്ടു, എത്ര മുഖങ്ങളെ കണ്ടു. 20-ൽ മരിച്ച മുഖങ്ങൾ കണ്ടു, 30-ൽ മരിച്ച മുഖങ്ങൾ കണ്ടു, 40-ൽ മരിച്ച മുഖങ്ങൾ കണ്ടു, 50-ൽ മരിച്ച മുഖങ്ങൾ കണ്ടു. പക്ഷെ നമ്മളെപ്പറ്റി ചിന്തിക്കുന്നില്ല. ഇത് ഭയപ്പെടുത്താനുള്ള വാക്കുകളല്ല, ഇത് പേടിപ്പെടുത്താനുള്ള വാക്കുകളല്ല, ഇത് ഉണർത്തലുകളാണ്. സ്വന്തത്തോട് നമ്മളോട് നാം ഇന്ന് ഉണർന്നില്ല എങ്കിൽ ഇനി ഉണരാനാത്ത അവസരങ്ങളില്ല. അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി നാം ജീവിതത്തെ തയ്യാറാക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദുആനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.